ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഷൻ മാവലിക്കൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത്, അല്ല ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കുക. എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഇത് കഴിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. അത് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. ട്രൈ ചെയ്തത് എനിക്കൊരു ഫാറ്റ് ബേണിങ്ങിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേസിലായപ്പോൾ ഞാൻ ചേഞ്ചസ് ഉണ്ട്. കാര്യം എൻ്റെ സ്കിന്നിൻ്റെ മീൻസ് ഡാർക്ക്നെസ്സും മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മാർക്സ് കുറവായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതും കാണിക്കാം. പിന്നെ അതുപോലെ കഴിക്കേണ്ടത് എപ്പോഴാണ് എല്ലാം കാണിച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എങ്ങനെ കഴിക്കുന്ന എല്ലാം ഞാൻ കാണിക്കാം. ഓക്കെ, വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, അങ്ങനെ അത് ഉണ്ടാകാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് എടുത്തിട്ട് ഒരു ഗ്ലാസ് ഇട്ടിട്ട് എന്നിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇന്ന് വൈകിട്ട് വെച്ച് നാളെ എടുക്കത്തുള്ളൂ ഇത്. ഓക്കെ, നല്ലതായിട്ട് മിക്സ് ചെയ്ത് വേണം വെക്കാൻ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അടച്ചു വെക്കും. അപ്പോൾ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇനി അതെങ്ങനെ മിക്സ് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേൻ. ഓക്കെ, നമ്മുടെ നാടൻ തേൻ. ഇതിപ്പോൾ നാടൻ തേനാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ആ തേനാണ്. പിന്നെ ഒരു നാരങ്ങ, ഒരു ഹാഫ് നാരങ്ങ. വലിയ നാരങ്ങയാണെങ്കിൽ ഹാഫ് മതി. പിന്നെ അതുപോലെ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു ഫുൾ നാരങ്ങ. ഓക്കെ, പിന്നെ കുറച്ച് ചൂടുവെള്ളം. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ മിക്സ് കാണിക്കാം. ഒരു നാരങ്ങ പിഴിയാണ്. ഒരു ടേബിൾ സ്പൂൺ ഹണി. ഓക്കെ, അത് മിക്സ് ചെയ്യുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ചൂടുവെള്ളം മതി. ഓക്കെ, ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ചെറു ചൂടോടെ, മീൻസ് വെള്ളം തിളയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. അത് ചൂടായി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കുടിക്കാവുന്നതാണ്. പക്ഷെ നല്ല റിസൾട്ട് വേണം കേട്ടോ. നമുക്ക് ഫാറ്റ് ബേണിങ്ങിന് പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത്. ഓക്കെ, ഇപ്പം ഞാൻ ഇത് കുടിക്കാൻ പോവാണ്. ചെറിയൊരു മധുരമുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നല്ല പുളിയുമുണ്ട്. എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.